ഒരൊറ്റ കാര്യത്തിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് പറയാണ്, ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചത്. ഞങ്ങൾക്ക് വേണ്ട കാര്യം ഞങ്ങളുടെ അധികാരികളോട് ഞങ്ങൾ ഉന്നയിച്ചു. അതിനുത്തരം ഇവിടെ വന്നത് വനവകുപ്പ് മന്ത്രിയാണ്. വനവകുപ്പ് മന്ത്രി അത് ശരിയാണെന്ന്, പുള്ളിക്ക് കടലുമായിട്ട് ബന്ധമുള്ള ആളാണ്. 2 വേ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ കടലിൽ പണിക്ക് പോകുന്നവന് അവിടെ ഇരുന്ന് ഒരാളെ ബന്ധപ്പെടാൻ എപ്പോഴും പറ്റും. ഇല്ലെങ്കിൽ അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാനെങ്കിലും പറ്റും. ആ സംഭവം എവിടെയാണ്, ഇതുവരെ ഞങ്ങളുടെ പപ്പയും മറ്റും പോയ വെള്ളം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതായത് അത് ട്രാക്ക് ചെയ്യാനെങ്കിലും പറ്റും. ആ ട്രാക്ക് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കുമോ? ഈ ഒഴുക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെതായ സാറ്റലൈറ്റുകൾ ഡെവലപ്പ് ചെയ്യണം. അതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. വിഴിഞ്ഞത്ത് കടൽക്ഷോഭത്തിൽ കാണാതായ ജോണിൻ്റെ മകൻ ജിനിൽ ജോണാണ് നമുക്കൊപ്പം ചേരുന്നത്. ജിനിൽ, ഇന്നിപ്പോൾ പപ്പയെ കാണാതായിട്ട് ഇന്നിപ്പോൾ 10 ദിവസങ്ങളാവുകയാണ്. ഇന്നത്തെ തെരച്ചിലിൽ ചില കുറവുകൾ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ സാധിച്ചത്. ഒന്ന്, 72 മണിക്കൂറായിട്ട് തിരച്ചിലുള്ളത് അനക് ഷിപ്പ് മാത്രമാണ്. മറ്റ് ഹെലികോപ്റ്ററുകളോ ഏരിയൽ സെർച്ചുകളോ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. സമയം ഇപ്പോൾ 12 മണി ആവുകയാണ്. ധീരയുടെ ഫിഷറീസിൻ്റെ ഒരു ബോട്ട് കൂടി നിലവിലുണ്ടെന്ന് അറിയുന്നു. അതായത് ഒരു ബോട്ടും അനകിൻ്റെ ഷിപ്പും മാത്രമാണ് ഇപ്പോൾ നിലവിൽ തിരച്ചിൽ നടക്കുന്നത്. എങ്ങനെയാണ് ഈ ഞായറാഴ്ചയുള്ള ഈ തിരച്ചിലിനെ നോക്കിക്കാണുന്നത്? കാരണം കഴിഞ്ഞ ദിവസം അടക്കം മന്ത്രി ഷിബു ബേബി ജോൺ അടക്കം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയതാണ്. അല്ല, 9:40 ഒരു ഏരിയൽ സെർച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ആവശ്യപ്പെട്ട പ്രദേശം ഇപ്പോൾ അതായത് കളക്ടറിൻ്റെ അടുത്ത് തന്നെ നമ്മൾ പറഞ്ഞു, രാമേശ്വരം സൈഡും കൂടി ഒരു സെർച്ച് നടത്തണമെന്ന് 2-3 ദിവസം മുമ്പേ കളക്ടറേറ്റിൽ പോയപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടായിരുന്നു. ആ സെർച്ച് അവർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് ശേഷം നമ്മളിവിടെ വന്നപ്പോൾ ഇന്നലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. വകുപ്പ് മന്ത്രി ചോദിച്ചായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആവശ്യം മാത്രമേ പറഞ്ഞുള്ളൂ. അതായത് രാമേശ്വരം സൈഡും കൂടെ ഒന്ന് സെർച്ച് നടത്തണം, ഏരിയൽ സെർച്ച് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ചെയ്യാമെന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് DD ഉടനെ വിളിക്കുകയുണ്ടായി. വിളിച്ചതിന് ശേഷം ഏത് സെർച്ചാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഏരിയൽ സെർച്ചാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞു, അതിൻ്റെ ഇത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. രാമേശ്വരം സൈഡ് ഇതുവരെ ഏരിയൽ സെർച്ച് തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ഒരു അപ്ഡേറ്റ് 11:40 ആകുമ്പോൾ തരാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഏകദേശം വന്നിട്ടുണ്ടാവണം. അതിൻ്റെ അപ്ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. അത് നമുക്ക് ഇനി നോക്കി തന്നെ കാണണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ആദ്യഘട്ടങ്ങളിൽ ഇതിൻ്റെ സെർച്ച് എങ്ങനെ നടന്നു, ഇപ്പോൾ ഇതിൻ്റെ സെർച്ച് എങ്ങനെ നടക്കുന്നു. വേരിയേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേരിയേഷൻ ഉണ്ട്. ആദ്യഘട്ടങ്ങളിൽ നടന്നതിനേക്കാളും മെച്ചപ്പെട്ട സെർച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. അത് എത്ര തന്നെയാണെങ്കിലും, ഒരു ഷിപ്പാണെങ്കിൽ ഒരു ഷിപ്പ്, 2 ഷിപ്പാണെങ്കിൽ 2 ഷിപ്പാണെങ്കിലും ആദ്യഘട്ടങ്ങളിൽ നടന്നതിനേക്കാളും മെച്ചപ്പെട്ടൊരു സെർച്ച് ഇപ്പോൾ നടക്കുന്നു. എന്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ നടന്നില്ല? ഇനി ഞാൻ അതിനെ ബ്ലെയിം ചെയ്യുന്നില്ല. ഈ ആദ്യഘട്ടത്തിൽ നടക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ചോദ്യം ചോദിച്ചതും ഞങ്ങളുടെ ആവശ്യം ചോദിച്ചു ഓരോരുത്തരുടെ അടുത്തും പോയതും. ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ കാര്യം, ഞങ്ങൾക്ക് കിട്ടാത്ത കാര്യം ഞങ്ങൾ ചോദിക്കേണ്ടത് ആരോടാണ്? ഉറപ്പായും ഞങ്ങളുടെ സർക്കാരിനോടാണ്, ഞങ്ങളുടെ അധികാരികളോടാണ്. ഞങ്ങൾ അവരടുത്ത് അത് ചോദിക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ, അതായത് കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടുള്ള കാര്യമാണ്. കുറേ അധികം പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പക്ഷം ഇതൊരു ഗ്രൂപ്പാണെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, ഞാനതിനെ വ്യക്തമായിട്ട് പറയുന്നില്ല. ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ച് അതിൻ്റെ ആവശ്യത്തിനെ മുക്കിക്കളയാണ്. ഇതെന്തോ നമ്മളെന്താ രാഷ്ട്രീയമാണോ പറയുന്നത്? ഞങ്ങളുടെ ആവശ്യം അപ്പോൾ ജനത്തിൻ്റെ ആവശ്യം പറയുമ്പോൾ അത് രാഷ്ട്രീയമാകുന്നു. ഞങ്ങളുടെ അധികാരികളോടെ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ അധികാരികളോട് ചോദിക്കുന്ന കാര്യം ഞങ്ങളുടെ ആവശ്യമാണ്. അധികാരികൾ തന്നെ മാധ്യമങ്ങളടക്കമുള്ളവർ ഇരിക്കുമ്പോൾ തന്നെ കടലിനെയും തീരദേശത്തെയൊക്കെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടാകുന്നു. അത് മുഖ്യമന്ത്രി എന്ന നിലയിലല്ല, പല മന്ത്രിമാരുടെയും ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു ഭരണകൂടം അങ്ങനെ വിമർശിക്കുമ്പോൾ സമൂഹവും ആ തലത്തിൽ തന്നെ ഇപ്പോൾ കമൻറ്റുകൾ ഇടുകയാണ് സോഷ്യൽ മീഡിയയിൽ. അങ്ങനെയുള്ള ഒരു വെട്ടുക്കിളി കൂട്ടത്തെ ഭയക്കുന്നുണ്ടോ? അവരെ ഭയക്കുന്നില്ല, അത് അവരുടെ അറിവില്ലായ്മയാണ്. കാരണം എല്ലാ മനുഷ്യരും തുല്യരെന്നാണ് ചെറിയ ക്ലാസ് മുതലേ നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ മനുഷ്യരും തുല്യരാണ്. നമ്മുടെ ഉള്ളിലോടുന്ന രക്തത്തിന് ഒരു നിറമാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോഴും ജാതി മതവ്യവസ്ഥ അല്ലെങ്കിൽ എന്താ പറയുക, പഴയ തൊട്ടു തീണ്ടായ്മ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അത് അന്നത്തെ അറിവില്ലായ്മയായിരുന്നെങ്കിൽ ഇത് ഇന്നത്തെ അറിവില്ലായ്മയാണ്. അതായത് ജനമാണ്, ജനത്തിൻ്റെ ആവശ്യം നിറവേറ്റേണ്ടതാണ്. എല്ലാ ജനങ്ങൾക്കും അവരുടേതായ അവകാശങ്ങളുണ്ട്. അത് ഒരിക്കലും നിങ്ങളങ്ങനെ സംസാരിക്കാൻ പാടില്ലാത്തതാണ്. അത് എവിടെയാണെങ്കിലും നമ്മളത് പറയും. അത് അവർ തിരിച്ചറിയുക. അത് നമുക്ക് വേദനയോടെ നോക്കുന്നതിനേക്കാളും നമ്മളെന്താ പറയേണ്ടത്, ഒരു മനുഷ്യൻ്റെ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് അവൻ അംഗീകരിക്കുക എന്നുള്ളത്, അവൻ്റെ സമുദായത്തെ അംഗീകരിക്കുക എന്നുള്ളത്.
അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവഗണിക്കാതിരിക്കുക. ഇതിൽ പ്രയോറിറ്റി എന്നൊന്നുണ്ട്, അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളിലേക്ക്. കാരണം ഈ ഒരു അപകടം നടന്ന 8ാമത്തെ ദിവസമാണ് മുഖ്യമന്ത്രി നിങ്ങളെ വിളിക്കുന്നത്. 9ാമത്തെ ദിവസമാണ് ജിനിനെ വിളിച്ച് എവിടെ തിരച്ചിൽ വേണമെന്ന് വകുപ്പ് മന്ത്രി തന്നെ ചോദിക്കുന്നു. ഇതുവരെയും ഇപ്പോൾ ജിനിൻ്റെ ഈ വീട് മാത്രമല്ല, മുതലപ്പൊഴി, നീണ്ടകര ഇവിടങ്ങളിലൊന്നും തന്നെ ഫിഷറീസ് വകുപ്പ് മന്ത്രി എത്തിയിട്ടില്ല. ഈ സിസ്റ്റം തന്നെ പൂർണ്ണമായും തകരാറിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ്. പുതിയൊരു സർക്കാരാണ്, 3 മാസമായി വകുപ്പ് മന്ത്രിയായിട്ട് ചുമതലയേറ്റിട്ട്. ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് നിങ്ങൾ മുഖ്യമന്ത്രിയോട് തന്നെ ചോദിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ വകുപ്പ് മന്ത്രിയോട് തന്നെ ചോദിക്കുക, എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾ ഇടപെട്ടില്ല എന്ന്. കാരണം ഇതിൻ്റെ ഉത്തരം ഞാൻ പറയുകയാണെങ്കിൽ അതിനെയും രാഷ്ട്രീയവൽക്കരിക്കാൻ ഒരു പറ്റമുണ്ട്. എനിക്കതിന് താല്പര്യമില്ല. ഒരൊറ്റ കാര്യത്തിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് പറയുകയാണ്, ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചത്, ഞങ്ങൾക്ക് വേണ്ട കാര്യം ഞങ്ങളുടെ അധികാരികളോട് ഞങ്ങൾ ഉന്നയിച്ചു. അതിനുത്തരം ഇവിടെ വന്നത് വനവകുപ്പ് മന്ത്രിയാണ്. വനവകുപ്പ് മന്ത്രി അത് ശരിയാണെന്ന്, പുള്ളിക്ക് കടലുമായിട്ട് ബന്ധമുള്ള ആളാണ്, പക്ഷേ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് അത് ശരിയാണെന്ന് അംഗീകരിക്കുകയും ഉടനടി നമുക്കൊരു SOP തയ്യാറാക്കണം, അതിനുവേണ്ടി ചർച്ചകൾ ഇരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുകയുണ്ടായി. അതായത് നമ്മൾ ചോദിച്ച കാര്യങ്ങൾ ശരിയായിട്ടുള്ള കാര്യമാണെന്ന് ഒരു വനവകുപ്പ് മന്ത്രി വന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ അധികാരികൾ ചോദിച്ചത് കൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്. ഇവിടെ എവിടെയാണ് രാഷ്ട്രീയം വരുന്നത്? ഞങ്ങളുടെ അധികാരികളോട് ഞങ്ങൾ ചോദിച്ചു, അവർ ഉത്തരം നൽകുന്നുണ്ട്, ഒരു രീതിയിലെങ്കിൽ പല രീതിയിൽ ഉത്തരം നൽകുന്നുണ്ട്. പക്ഷേ ഇത് ചോദിക്കുമ്പോൾ അതിനെ കുറ്റം പറയാനായിട്ടും അനാവശ്യമായ കമൻറ്റുകൾ ഇടാനായിട്ടും എവിടെ നിന്നൊരു ഗ്രൂപ്പ് വരുന്നു. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഈ ആവശ്യങ്ങൾ വെള്ളത്തിൽ മുക്കിക്കളയുക എന്നുള്ളതാണ്. ഇവിടെ ആദ്യഘട്ടം നടന്ന തിരച്ചിലല്ലല്ലോ ഇപ്പം നടക്കുന്നത്. ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ചോദിച്ചത് കൊണ്ട് തന്നെയാണ്. അവിടെ ആദ്യഘട്ടമേ നല്ല തിരച്ചിലാണ് നടന്നത്. ഞങ്ങൾ രാഷ്ട്രീയം പറയുകയാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറയുന്നതെങ്കിൽ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയെങ്കിൽ മുതലപ്പുഴയിൽ ആ അമ്മയ്ക്ക് നടുത്തരയിൽ ഇറങ്ങിയിരിക്കേണ്ടി വരുമോ? ഞങ്ങൾ മാത്രമാണോ ചോദിച്ചത്? എല്ലാവരും ഒരേ സ്വരത്തിലാണ് ചോദിച്ചത്. വേണ്ടത്ര രീതിയിൽ തിരച്ചിൽ നടന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. എല്ലാം മറൈൻ എൻഫോഴ്സ്മെൻറ്റ്, ഷിപ്പ്, മറ്റേ ഡ്രോണിയർ, ഇതെല്ലാം ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും വലിയൊരു ഇതാണെന്ന്. ഓരോ ദിവസവും എത്ര സമയം എവിടം തൊട്ട് എങ്ങനെ നടക്കുന്നുണ്ടെന്ന് നമുക്കല്ലേ മനസ്സിലാവത്തുള്ളൂ. അനുഭവിച്ചറിഞ്ഞതുകൊണ്ടല്ലേ. ഇപ്പോൾ അത് 3 മണിക്കൂറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് എങ്ങനെയാണ്? ഇടപെട്ടത് കൊണ്ടല്ലേ. പക്ഷേ 3 മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടും അവർ 2.5 മണിക്കൂറും 2 മണിക്കൂറും എന്ന് പറയുന്നത് അത് ഏതാണെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ ആ ഒരു സമയത്തോട്ടാണ് സെർച്ച് നടത്തുന്നത്. പക്ഷേ അങ്ങനെയെങ്കിലും നടക്കുന്നുണ്ടല്ലോ, എവിടെയെങ്കിലും കിട്ടുമെന്നൊരു ആശ്വാസത്തോടെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഉറപ്പായിട്ടും പ്രതീക്ഷ കൊണ്ട് തിരിച്ചു വരുമെന്ന് തന്നെ. പക്ഷേ അവകാശങ്ങൾ ചോദിക്കുമ്പോൾ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കരുത്. അത് വളരെ വലിയൊരു തെറ്റാണ്. ഞങ്ങളുടെ അവകാശം ചോദിക്കേണ്ടവരടുത്ത് ചോദിക്കാൻ തന്നെ ചെയ്യും. അവിടെ അടിച്ചമർത്താൻ ആർക്കും അവകാശമില്ല. നിങ്ങളുടെ കാര്യമല്ല ചോദിച്ചത്, നെഗറ്റീവ് പറയുന്നവരടുത്ത്. നിങ്ങളുടെ അടുത്തല്ല ഞങ്ങൾ ചോദിച്ചത്. അധികാരികളോട് ചോദിച്ചെങ്കിൽ അധികാരികൾക്ക് ഉത്തരം തരാൻ അറിയാം, അവർ പറയും. മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 3 ഇടങ്ങളിലേക്ക് വിട്ടത്. ഒന്ന്, ജില്ലയുടെ ചുമതലയുള്ള CP ജോണിനെയാണ് മന്ത്രി. 2, ഇപ്പോൾ ജിനിൻ്റെ വീട്ടിൽ വന്ന മന്ത്രി ഷിബു ബേബി ജോൺ. ഈ 2 മന്ത്രിമാരെയും ഈ സ്ഥലത്തേക്ക് പല ഇടങ്ങളിലേക്കും വിട്ടു. പ്രധാനമായിട്ടും അപകടം സംഭവിച്ച പിറ്റേ ദിവസം തന്നെ മന്ത്രി CP ജോൺ വിഴിഞ്ഞത്തെത്തി. എന്തുകൊണ്ടായിരിക്കും വകുപ്പ് മന്ത്രിയോട് ഇത് ഏകോപിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ വീടുകളിൽ പോയി ഒന്ന് സാന്ത്വനിപ്പിക്കാനോ മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? അതെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. നമുക്ക് ആവശ്യം നമ്മുടെ കാര്യം നടക്കുക എന്നുള്ളതാണ്. അത് നടന്നാൽ മതി. കാരണം ഇവിടെ ഇവർ വരണം അവർ വരണം എന്നൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ ഒരൊറ്റ കാര്യം ഉറപ്പിച്ച് പറയുന്നു, സമുദായത്തെ ചെറിയ രീതിയിൽ പോലും അധിക്ഷേപിക്കാത്ത രീതിയിൽ സംസാരിക്കുക. കാരണം നിങ്ങൾ അധികാര കസേരകളിൽ ഇരിക്കുന്നവരാണ്. അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടും, അനാവശ്യമായ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടും. കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ നേരിടുന്നത് വലിയൊരു പ്രശ്നമാണത്. ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ വികസന വിരോധികളും മറ്റും പല ഇതും ആകുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ എന്തിനോ വേണ്ടി പറയുന്നത് പോലെയാണ്. ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. തെരച്ചിൽ ഊർജിതമാക്കണം, അതിപ്പോഴും പറയാൻ തന്നെ ചെയ്യും. നിലവിൽ നടക്കുന്ന തിരച്ചിലിൽ ഒരു തൃപ്തിയുണ്ട് അല്ലേ? തൃപ്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ നേരത്തെ നടന്നതിനേക്കാളും ഫാർ ബെറ്ററാണ്. പക്ഷേ ഇങ്ങനെയും അല്ല തിരച്ചിൽ നടക്കേണ്ടത്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ, നോട്ട് സെർച്ചിങ് ഓപ്പറേഷൻ, റെസ്ക്യൂ ഓപ്പറേഷനാണ് നമുക്ക് വേണ്ടത്. ആ റെസ്ക്യൂ ഓപ്പറേഷൻ ഇനിയുള്ള കാലത്തെങ്കിലും, നാളെയും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പണിക്ക് പോകും. ഇപ്പോൾ പറയും ഇവൻ്റെ അച്ഛനൊന്നെങ്കിൽ ഇവനെന്താ ബാക്കിയുള്ളവരുടെ കാര്യം സംസാരിക്കുന്നത്. മത്സ്യമെന്ന് കടലിൽ പണിക്ക് പോകുന്നവർ ഇങ്ങനെയാണ്. ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചതുകൊണ്ടാണ് 2018 പ്രളയകാലത്തും ഇപ്പോഴത്തെ പ്രളയകാലത്തും അവർ വള്ളങ്ങളെടുത്ത് അവിടെ വരുന്നത്. അവർ പൊതുവെയാണ് ചിന്തിക്കുന്നത്.
ജിനിൽ, ഇപ്പോൾ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കോസ്റ്റൽ പോലീസിൻ്റെ ബോട്ടുകൾക്ക് അതിവേഗത്തിലെത്താൻ കഴിയില്ല. ഒരുപക്ഷേ ഇപ്പോൾ മത്സ്യത്തൊഴിലാളി സംഘടനകൾ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ച ഒരാശയം ഈ സോണുകളായി തിരിച്ച് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് സോണുകളായി തിരിച്ചിട്ട് എയർ റെസ്ക്യൂ ഓപ്പറേഷൻസ് 24 മണിക്കൂറും അതിൻ്റെ സേവനം ഹാർബറുകൾ കേന്ദ്രീകരിച്ചുണ്ടാകണം എന്നുള്ളതാണ്. എയർ റെസ്ക്യൂവിൻ്റെ ഓപ്പറേഷൻ അപ്പുറം തന്നെ എയർ റെസ്ക്യൂവിൻ്റെയും അതുപോലെ തന്നെ എയർ ആംബുലൻസും വേണമെന്നുള്ളതാണ്. ഇത് ഇതുവരെ നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ഒരു അപകടം ഉണ്ടായി, കാലതാമസം ഉണ്ടാകുന്നു. ഇവിടെ തന്നെ ഈ പറയുന്ന ജോൺ എന്ന് പറയുന്ന വ്യക്തിക്കൊപ്പം ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളൊക്കെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. അതായത് എയർ ആംബുലൻസ് ഇത് മാത്രമല്ല നമുക്ക് വേണ്ടത്. എയർ ആംബുലൻസ് പോലുള്ള സർവീസുകൾ നമുക്ക് വേണമെന്ന് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓക്കി വന്നിട്ട് നാളെ ഇതുവരെ 2026 ഇപ്പോൾ. ഇതുവരെയും അപ്പം മനുഷ്യജീവൻ, അവൻ്റെ ജീവന് വിലയുണ്ടെങ്കിൽ നമ്മളത് ഡെവലപ്പ് ചെയ്യണ്ടേ? ഇത് പറയുമ്പോൾ രാഷ്ട്രീയവൽക്കരിക്കരുത്. പറയുകയാണ്, വീണ്ടും രാഷ്ട്രീയവൽക്കരിക്കരുത്. ഞങ്ങളുടെ ആവശ്യം ഇത്രയും കാലമായിട്ട് നടന്നില്ല, ഇപ്പോൾ ആപത്ത് പറ്റിയിരിക്കുന്നു, നിങ്ങൾ വന്ന് ചോദിക്കുന്നു, ഞങ്ങൾ പറയുന്നു. അത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാലങ്ങളായിട്ടും ഇതുവരെ എയർ ആംബുലൻസ് മാത്രമല്ല, 2-വേ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2-വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ കടലിൽ പണിക്ക് പോകുന്നവന് അവിടെ ഇരുന്ന് ഒരാളെ ബന്ധപ്പെടാൻ എപ്പോഴും പറ്റും. ഇല്ലെങ്കിൽ അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാനെങ്കിലും പറ്റും ആ സംഭവം എവിടെയാണ്. ഇതുവരെ ഞങ്ങളുടെ പപ്പയും മറ്റും പോയ വെള്ളം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതായത് അത് ട്രാക്ക് ചെയ്യാനെങ്കിലും പറ്റും. ആ ട്രാക്ക് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കുമോ? ഈ ഒഴുക്കും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെതായ സാറ്റലൈറ്റുകൾ ഡെവലപ്പ് ചെയ്യണം. അതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, വികസന വിരോധികളെന്ന് മുദ്ര കുത്തിയ ഈ തീരദേശവാസികൾ തന്നെയാണ് ഒരു തീരം മുഴുവനും ISROയ്ക്കായി ഒഴിഞ്ഞു കൊടുത്തത്. ആ ടെക്നോളജി ഞങ്ങളുടെ മത്സ്യ സമുദായത്തിനും എന്തെങ്കിലും നൽകണം, ഉറപ്പായിട്ടും നൽകണം. ഇത് അവകാശമാണ്, ചോദിക്കാൻ തന്നെ ചെയ്യും. ഇതുമായിട്ട് ബന്ധമില്ലാത്തവർ ദയവ് ചെയ്ത് സംസാരിക്കരുത്. അറിയാമെന്നുള്ളവർ സംസാരിക്കുക. ഓക്കെ, അറിയാമെന്നുള്ളവർ ഇതിനു വേണ്ടി സപ്പോർട്ട്. കാരണം ഒരു പാവപ്പെട്ടവൻ്റെ അവകാശമാണറാ, പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. പൊതുസമൂഹത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും, ഒരു കോണിൽ നിന്നും ചില ആൾക്കാർ ഇത്തരത്തിൽ അധിക്ഷേപ കമൻറ്റുകളൊക്കെ ഉയരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും നീതി കിട്ടുന്നത് വരെ പോരാടും എന്നുള്ളത് തന്നെയാണ് അല്ലേ? ഇത് ഞങ്ങളുടെ ആവശ്യമാണ്. ഇതില്ലെങ്കിൽ വീണ്ടും നാളെ കടലിൽ പണിക്ക് പോകുമ്പോഴത്തേക്കും അമ്മയും മക്കളും വീട്ടിൽ ഭീതിയോടുകൂടി കാത്തിരിക്കണം. വളരെ വ്യക്തമാണ്. എന്തായാലും ശക്തമായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ ജോണിൻ്റെ മകൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം അടിച്ചമർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചോദ്യങ്ങളുമായി മുന്നോട്ട് പോകും, നീതി കിട്ടുന്നത് വരെ പോരാടുമെന്ന് തന്നെയാണ്. കാരണം ഇതൊരു വരുന്ന തലമുറയ്ക്ക് ഇനിയെങ്കിലും നീതി കിട്ടണം. കാരണം കഴിഞ്ഞ കാലങ്ങളൊക്കെയും അടിച്ചമർത്തപ്പെട്ടു, പല പ്രശ്നങ്ങളുണ്ടായി, നിരവധി തവണ ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും അതിലൊന്നും തന്നെ നടപടി ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് നിലവിൽ നീണ്ട 10 ദിവസം കാത്തിരിക്കുകയാണ് ഈ കുടുംബം കണ്ണീരോടുകൂടി. അതിനൊരു അറുതി വന്നേ മതിയാകൂ എന്ന് തന്നെയാണ് കുടുംബം ആവർത്തിച്ച് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.